ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ വിഷയം. എങ്ങനെയുണ്ട്, കാണാറുണ്ടോ? ഇല്ല, ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷകയല്ല, പക്ഷെ ഞാൻ പിടിക്കാം. സ്ഥിരം ഒരു പ്രേക്ഷകയല്ല, എന്നാലും ഇടയ്ക്കൊക്കെ അപ്ഡേറ്റ്സ് കാണാറുണ്ട്. എങ്ങനെയുണ്ട് ചേച്ചിയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ആര് കപ്പടിക്കാനാണ് സാധ്യത? സത്യത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് കപ്പടിച്ചുകൊണ്ട് പോകുന്ന തോന്നണം. കാരണം അതിന് മാത്രം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുറേ ആളുകൾ മാറി മറിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും പിറ്റേ ദിവസത്തേക്കുള്ള ആ ഇഷ്ടം മാറിയിട്ട് വേറൊരാളെ നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ തോന്നുന്നു. അപ്പം അങ്ങനെ മാറി മറിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. 45-50 ദിവസം ലൈഫ് കറക്റ്റായിട്ട് അറിയാം. അനുമോള് ഭയങ്കരമായിട്ട് കരയുന്നു, അങ്ങനെ ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഫുള്ള് കരച്ചിലാണെങ്കിൽ ഒരാളിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പരീക്ഷ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തർക്ക് ഇത് കാണുന്നല്ലേ. അങ്ങനെ ഇഷ്ടം തോന്നിയത് ആരംഭിന്നാല് എനിക്ക് അനീഷിൻ്റെ ഗെയിം ഇഷ്ടമാണ്. കാരണം ഒരു അനീഷ് ബേസിക്കലി ആ ക്യാരക്ടർ അനീഷ് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അനീഷ് റിയൽ ലൈഫിലും ഇറിറ്റേറ്റിംഗ് അല്ല. ചില ആളുകൾ അങ്ങനെയില്ലേ, കുറച്ച് വ്യത്യസ്തരായിട്ട് ചിന്തിക്കുന്ന, കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻട്രോവേർട്ടാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ പുതിയ ലോകത്തിലൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട് ആൾ കുറേ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഒരു കോമണർക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട്. കോമണറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്ക് നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്ന പോലെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നിക്കോ ആളൊന്ന് പേടിച്ചു പോയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ലാലേട്ടൻ വിളിച്ചൊന്ന് വരട്ടിയായിരുന്നല്ലോ, അതോടുകൂടി ആൾ പതറിയിട്ടുണ്ടാവും. അയ്യോ, എൻ്റെ സ്ട്രാറ്റജിയൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. ക്യാപ്റ്റനും മറ്റാളുകൾ പറഞ്ഞൊന്നും അനുസരിക്കുന്നില്ല. ടാസ്കോ അല്ലെങ്കിൽ എന്ത് തോന്നുന്നു? കാരണം എല്ലാവരും മറ്റുള്ളവരെല്ലാവരും കേട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോള് മാത്രം കേൾക്കുന്നില്ല. അത് അനുമോളുടെ ഒരു വേറിട്ടൊരു ഗെയിമാന്ന് തോന്നുന്നുണ്ട് അല്ലേ? എന്നാലും അനുസരണ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ കിട്ടാത്തൊരു പരിപാടി പുള്ളിക്കാരി ചെയ്യണത്. പക്ഷെ ആൾക്ക് അങ്ങനെ മോശമാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ഗെയിമായിരിക്കും. എന്നാലും നമ്മുടെ അറ്റൻഷൻ പുള്ളിക്കാരിക്ക് കിട്ടുന്നുണ്ട്. ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ വിജയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ നന്നായിട്ട് വേറൊരു എനിക്ക് തോന്നുന്നു ആളും കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു എന്തൊക്കെയോ മാറി മറിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഏറിയും കുറഞ്ഞൊക്കെ ആണല്ലോ ഗ്രാഫ്. വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കാം. ഒരു സ്ക്രീനിൽ വരുന്നില്ല, കണ്ടന്റ് തരുന്നില്ല. അത് എന്തുവാണ്? കാരണം അത് വീക്കല്ലേ ഭയങ്കരമായിട്ട്. എൻ്റെ പൊന്ന് തത്തമ്മ എന്നോട് അത് ചോദിക്കാം. ഭയങ്കര ട്രോളൊക്കെ വരുന്നുണ്ട്. ലെൻസ് ഇട്ടിട്ട് സൂം ചെയ്താൽ ഒരു ചേച്ചിയെ കാണുന്നില്ല. എന്നിട്ട് ആ രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ വൈറലായോണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ തീരെ കാണുന്നില്ല. ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ ആ സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നവരെയാണ് തന്നെയാണ് കാണേണ്ടത്. ഇത് കാണുന്നുണ്ടല്ലോ. എല്ലാം കാണുന്നില്ല. ഞാൻ തത്തമ്മ കണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്തുവാ രേണുവിൻ്റെ ഡാൻസ് പാട്ടൊക്കെ വല്ല സമയത്തൊക്കെ കാണും. പക്ഷേ എനിക്ക് തോന്നുന്നു രേണുവും ഈ പറയുന്ന പോലെ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. കുറച്ച് എന്തൊക്കെയോ ധാരണയിൽ കയറിയതായിരിക്കും. ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു ഇതില്ല. ഗെയിംസിലും അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ട്രൈ ചെയ്താൽ മുന്നോട്ട് വരാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെ കിളി പോയ പോലെ ഇരിപ്പുണ്ട്. നോക്കാൻ വരുന്ന ദിവസം എന്താവും നോക്കാം. എന്തായാലും 5 വൈൽഡ് കാർഡ് വന്ന് അപ്പോൾ എങ്ങനെ വൈൽഡ് കാർഡിൻ്റെ ഒരു ഇംപ്രഷൻ എങ്ങനെ തോന്നിയിരുന്നു? വൈൽഡ് കാർഡിൽ എനിക്കും വൈൽഡ് കാർഡാണ് കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷ തരുന്നത്. പക്ഷേ വൈൽഡ് കാർഡ് വന്നപ്പോഴും ഇപ്പോഴും അവരും ബഹളത്തിലാണെന്ന് തോന്നുന്നല്ലേ. ഉടുപ്പില്ല പണിപ്പുര അങ്ങനെ എന്തോ പണിപ്പുര. ഞങ്ങൾക്കത് പവർ റൂമായിരുന്നു. ദൈവമേ, ജിസേലിനെയും കുറിച്ചിട്ട് അനുമോള് വളരെ മോശമായ രീതിയിൽ പറഞ്ഞത്, അതിനെന്താ ചെയ്യുന്നത്? അവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, തോന്നുന്നുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആ എപ്പിസോഡ് വൈസ് കണ്ടില്ല. ഞാൻ ഈ ഒരു ഗോസിപ്പ് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ എന്ത് തന്നെയായാലും നമുക്ക് ഒരുമിച്ചാണോ നടക്കുന്നത്? അനുമോളെ ഒന്ന് വെച്ചു. അല്ല, അനുമോളല്ല, ജിസേലും ആര്യനും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അത് കണ്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ട് ഞാൻ പറയാം. അത് ശരി, അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ പിടിച്ചാൽ ഞാൻ പോയി കണ്ടോട്ടെ. ഒന്നും കണ്ടിട്ടാറട്ടെ. അത് പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണയില്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് വലിയൊരു അത് കാണിക്കുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞത് പുതപ്പിന്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. സത്യത്തിൽ പുതപ്പിന്റെ ഉള്ളിലാണെങ്കിൽ ക്യാമറ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ ഒരു നിർവാഹവുമില്ല. പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പിന്നെ അതവർ കണ്ടിട്ടില്ലാതെ അതാണ് എനിക്ക് പ്രശ്നമില്ലെങ്കിൽ പ്രശ്നമില്ല. സത്യം പറഞ്ഞ പ്രശ്നമില്ല.
നിങ്ങളൊക്കെ 90s കിഡ്സ്, പുതിയ ലേറ്റസ്റ്റ് പിള്ളേരല്ലേ, നിങ്ങൾക്ക് പ്രശ്നമില്ലേ? കല്യാണം കഴിഞ്ഞിട്ടില്ല, നമുക്ക് പ്രശ്നമില്ല. അവര് ബാച്ചിലേഴ്സ് ആണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ രണ്ടുപേരും ഉമ്മച്ചെന്താ പ്രശ്നം? പക്ഷേ എനിക്ക് ജിസയിൽ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഇന്നലെ ഒരു ടോക്ക് ഞാൻ കണ്ടു, പക്ഷേ എനിക്ക് ഈ സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ജയിലിലും മറ്റോ കിടന്നിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു, അതിൽ വളരെ പക്വമായിട്ടാണ് ജിസയിൽ സംസാരിച്ചത്. മേ ബി ഈ ഒരു വിഷയമായിരിക്കാം അല്ലേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നിയത് കുറേയൊക്കെ ആ കുട്ടി അമ്മയെ പിടിച്ചെന്തോ സത്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തോന്നലായിരിക്കാം, പുതപ്പിനടിയിലാണ്, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ അവിടെ ഇല്ലാത്തതിൽ എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നു. ഞാൻ പുതപ്പിനടിയിൽ നോക്കിയേനെ. ഈ ജിസേലിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് എന്താ? ഇല്ല, അവരുടെ ചുറ്റുപാട് അവർ ബോംബെയിലും ഒക്കെ ഉള്ളൊരു ലേഡിയാണ്. പിന്നെ മോഡലിങ്ങിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് നിന്നൊരു ഇതാണ്. അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡ്രസ്സ് വെച്ച് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഉള്ള എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ല രീതിയിൽ മോഡേണായിട്ട് തന്നെ വസ്ത്രധാരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. വസ്ത്രധാരണത്തെക്കുറിച്ച് എനിക്കൊരു ഇതില്ല, ഒന്നുമില്ല പറയാൻ. വ്യൂവർ നിലയ്ക്ക് ഈ സൺഡേ ആര് പോകുന്നതാണ് വിചാരിക്കുന്നത്? ഈ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ എനിക്ക് തോന്നുന്നത് ശൈത്യ അല്ലെങ്കിൽ ഒനിയല അല്ലെങ്കിൽ ആര്യൻ ആയിരിക്കാം. വിചാരിക്കുന്നത് കണ്ടന്റ് തരാത്തത് കൊണ്ടാണ് എനിക്ക് അന്ന് ലാലേട്ടൻ്റെ അടുത്തുള്ള ഒരു സംസാരത്തിൽ എനിക്ക് തോന്നിയത് ചിലപ്പോൾ അത് ജനവികാരം എതിരാവാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നി. അതുകൊണ്ട് ചിലപ്പോൾ ആര്യൻ്റെ, അപ്പോൾ അത് മേ ബി ആര്യൻ്റെ ഒരു ADHD അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസോർഡർ, അങ്ങനെ ഒരു ഇച്ചിരി ഓവർ ഹൈപ്ഡായിട്ട് പെരുമാറുന്ന ചില ആളുകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് കുറച്ച് അയ്യോ ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊരു തോന്നൽ വരും. അന്ന് നടന്ന ഇൻസിഡന്റ് ശരിക്കും ലാലേട്ടനെ ഇൻസൾട്ട് ചെയ്യണ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽ ചെയ്ത് അത് എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഫീൽ ചെയ്ത്. പൊതുവെ ഇത്തവണത്തെ ഒരു കണ്ടസ്റ്റൻസ് ബഹുമാനമില്ലാതെ എന്നുള്ളൊരു ചർച്ച കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നി ജെൻസി ആയതുകൊണ്ടല്ല, അതിൽ ജെൻസി അല്ലാത്തവരും ഉണ്ടല്ലോ. പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ ഗെയിമൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അവരിങ്ങനെ വഴക്ക് കുറയുന്നു. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. മേ ബി അതിൻ്റെ ഒരു ത്രില്ല, എല്ലാവരും കളി അറിയാവുന്ന, കളി പഠിച്ചു വന്ന ആൾക്കാരാണ്, ഗെയിമേഴ്സാണ്. മേ ബി അതുകൊണ്ടായിരിക്കും. എന്നാലും അത് കണ്ടപ്പോൾ ആരും ചിലപ്പോൾ ഒരു താല്പര്യം ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ടാവും തോന്നിയിരുന്നു. നെവീനെ കുറിച്ചിട്ട് എന്താണ്? നെവീൻ്റെ ഒരു നവീൻ കണ്ടെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നെവീൻ ആദ്യം ഒരു എൻ്റർടൈനർ ആയിരുന്നു, പക്ഷേ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ആൾ ഭയങ്കര ചേഞ്ചായി. ഒന്ന് പുറത്ത് പോയിട്ട് വന്നായിരുന്നല്ലോ. അപ്പോൾ ക്യാപ്റ്റൻസി ആണെങ്കിലും ആൾ ഡിപ്ലോമാറ്റിക്കൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട്, എല്ലാം കളിക്കുന്നുണ്ട്. എന്തായാലും ഗെയിമിൽ മാറ്റം വരുന്നുണ്ട്. പുറത്ത് പോയ ഒരാൾ ഉള്ളിൽ കയറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ എനിക്ക് പുറത്ത് പോയി എന്ന് പറഞ്ഞു പിന്നെ ശരിക്കും ഉള്ളിൽ കയറ്റാൻ ആള് പുറത്തെത്തിയോന്ന് അറിയില്ലല്ലോ. ഡോറ് തുറന്ന് പുറത്ത് പോയി. പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു കൊണ്ടുവരേണ്ടത് അത് ശരിയായ ഒരു കാര്യമാണോ? നിങ്ങൾ എനിക്കൊരു സമയം തരൂ, ഞാനൊന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അറിയില്ല, ഗെയിമിൽ ഒരു പ്രാവശ്യം കാണും. ഞാൻ അങ്ങനെ ഡെയിലി റെഗുലർ വാച്ച് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ വണ്ടിയിലൊക്കെ ഇരിക്കുമ്പോൾ റിവ്യൂ ആയിട്ടുള്ള പരിചയമുള്ളൂ കേട്ടോ. നേരിട്ട് കണ്ടാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ അഭിപ്രായം. എനിക്ക് റെനയിൽ 19 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ പോലെ അവരുടെ ഒപ്പം അവിടെ എത്താൻ പറ്റിയ ഒരു നിലയിലേക്ക് ആ കുട്ടി എത്തി, സ്വന്തം പ്രയത്നത്തിലൂടെ എത്തി എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇടയ്ക്കൊക്കെ നല്ല മെച്ചേർഡായിട്ട് പറഞ്ഞിരുന്നു. മേ ബി മറ്റാളുകളുടെ ഇൻഫ്ലുവൻസ് മൂലമായിരിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഒരു 1 hour മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 24 hour മാത്രമാണ്. 72 ക്യാമറ 24 hours വർക്കിംഗ്. ഏകദേശം ഒരു 1500 ചില്ലാനം മണിക്കൂർ ഒരു ദിവസം റെക്കോർഡാവുന്നുണ്ട്. അതിൽ നിന്ന് 24 മണിക്കൂർ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി 1700 മണിക്കൂർ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. അപ്പോൾ അത് നമ്മളുടെ അറിവും ഒന്നും പൂർണ്ണമല്ല, എന്തും സംഭവിക്കാം. പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയെക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ബോയ്ഫ്രണ്ടിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞത്. അത് നല്ല കാര്യമല്ലേ? ഇത്തവണത്തെ ജെൻസിയിൽ നമുക്ക് പറയാൻ പറ്റുമോ പാർട്ട്ണർ പറ്റില്ല എന്ന്? കാരണം അത് ആദ്യത്തെ കുട്ടികളല്ലോ പറയണ, അവസാനത്തെ ആളും ആയിരിക്കില്ല. പിന്നെ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ നല്ല കാര്യം. അവർ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നല്ല കാര്യം. നെഗറ്റീവ് ആകുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർ മാതൃകയാക്കരുതെന്ന് നമ്മൾ പറയുന്നത്. നന്നായിട്ടിരിക്കട്ടെ. ഞാനൊരു ജെൻസിയെ മാറ്റി നിർത്തുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ജെൻസിയുടെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ റെനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അമ്മ തന്നെ വന്നല്ലോ. അപ്പോൾ അവർ തമ്മിലും നല്ല ബന്ധമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റെനയ്ക്ക് വേണ്ടിയിട്ട് അമ്മ എന്തോ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർ തമ്മിലുള്ള ബന്ധവും നല്ലതായിരിക്കും തോന്നുന്നു. ആര് കപ്പടിക്കാനാണ് സാധ്യത? സത്യം പറഞ്ഞാൽ എനിക്കൊരു കപ്പ്, ഞാൻ അവിടെ ചായ കുടിക്കുന്നൊരു കപ്പ് എടുത്തുകൊണ്ട് ഞാൻ കപ്പ് അടിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷേ ഇത്തവണ കപ്പ് അക്ബർ കയറി വരുന്നുണ്ട്.
അനീഷ് ഉണ്ടായിരുന്നു, ഒന്ന് ഡൗണായി. ഷാനവാസിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ജിസയിൽ പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ ഒരു 50ാമത് 60ാമത്തെ ദിവസം കഴിയുമ്പോൾ കളി മാറും, മുറുകും, ഗെയിം മുറുകും. ഈ അനീഷിന്റെ നടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ നടക്കുക കഴിഞ്ഞതിന്റെ ശേഷം അതിപ്പോ റോബിനെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അനീഷിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. അനീഷ് ആ നടത്തത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാമോ? അവിടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അനീഷ് ഒരു ക്യാമറ പോലാണ്. പിന്നെ അനീഷ് പ്ലാൻ ചെയ്യുന്നുണ്ട്, പറയേണ്ടത് പറഞ്ഞിട്ട് അനീഷ് മുങ്ങുന്നുണ്ട്, നൈസായിട്ട് ആൾ സ്കൂട്ടാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അനീഷിൻ്റെ സ്ട്രാറ്റജിയാണ്. എന്നാലും ഒരു കോമണർ ജയിക്കട്ടെ. കോമണറൊന്നും അല്ല, അതിനെ കോമണർ എന്ന് പറയേണ്ട, അവിടെ എല്ലാവരും അകത്ത് എത്തിപ്പെട്ട കോമണറാണ്.